ഹലോ മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു മുരിങ്ങയ്ക്ക തീയൽ എങ്ങനെ വെക്കാമെന്ന് നോക്കാം. മുരിങ്ങയ്ക്ക അതിന് വേണ്ടത് നല്ല പച്ച മുരിങ്ങക്കായ, ചെറിയ ഉള്ളി, ഒരു 10-15 ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളക് നന്നായി 3-4 കീറിയത്, പിന്നെ കറിവേപ്പില എന്നിവ എടുത്തു വയ്ക്കുക, അരിഞ്ഞ് എടുത്തു വയ്ക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ അടുപ്പ് കത്തിച്ച് അതിലോട്ട് ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ തേങ്ങ ഒരു കപ്പ് തേങ്ങ ചിരുകിയത് അതെടുത്ത് മിക്സിയിലെ ജാറിലൊന്ന് നന്നായി അടിച്ചെടുക്കുക. കാരണം എങ്കിലേ എല്ലാ തേങ്ങയും മൂത്ത് കിട്ടുള്ളൂ. ആ തേങ്ങ അതിലോട്ട് ഇടുക. എന്നിട്ട് അതിൽ 2 കഷ്ണം ചെറിയ ഉള്ളി ഇടുക, പിന്നെ കറിവേപ്പില ഇടുക. അതിൽ 2 കറിവേപ്പില ഇട്ട് അതിൽ ഒരു നുള്ള് ഉലുവ കൂടെ ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കുക. തീ ലോ ഫ്ലെയിമിൽ വെക്കണം. തീ കുറച്ച് വെച്ചാൽ ഇല്ലെന്നുണ്ടെങ്കിൽ അതിലൊരു തേങ്ങയ്ക്ക് ഒരു കരിഞ്ഞ മണം പോലെ ഉണ്ടാകും. ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായി വറുത്തെടുത്തിട്ട് വറുക്കുമ്പോഴത്തേക്ക് തന്നെ അതൊരു ഒരു ഡ്രൈ തേങ്ങയായി വരും. കാരണം വറുത്ത് വരുമ്പോഴത്തേക്ക് ഒരു ഡ്രൈ ആയി വരും. അതിലോട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായി വറുക്കുമ്പോഴത്തേക്ക് വരുമ്പോഴേ നല്ല ബ്രൗൺ കളറായി വരും കേട്ടോ. നല്ല ബ്രൗൺ കളറായിട്ട് വരും. അതിലേക്ക് നമുക്ക് ചേർക്കേണ്ട സാധനങ്ങൾ ചേർക്കാം. ആദ്യം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. മല്ലിപ്പൊടി അതിൽ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മല്ലിപ്പൊടി അതിൽ വെച്ചിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ വറുത്തെടുക്കുക. എന്നിട്ട് തീ അണച്ചിട്ട് അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പിന്നെ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി വറുത്ത് എടുക്കുക. കാരണം തീ അണച്ചിട്ട് ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അതിലുള്ള ചൂടിൽ അതൊന്ന് മെറൂൺ കളറായിട്ട് അതിനെ നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് എന്തോന്ന് പൊടിഞ്ഞ് കിട്ടുമ്പോൾ നന്നായി പൊടിയണില്ല എന്നുണ്ടെങ്കിൽ ശകലം വെള്ളം ചേർത്തിട്ട് മഷി പോലെ അരച്ച് ജാറിൽ എടുക്കുക. എന്നിട്ട് അടുപ്പ് കത്തിച്ചിട്ട് അതിൽ ചീനച്ചട്ടി വയ്ക്കുക. ചീനച്ചട്ടിയിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കുക. 1 ടീസ്പൂണോ 2 ടീസ്പൂണോ നിങ്ങൾക്ക് എണ്ണ ചേർക്കേണ്ട വിധത്തിൽ ചേർക്കുക. എന്നിട്ട് അതിൽ ഒരു 1/2 ടീസ്പൂൺ പിന്നെ കടുക് ഇട്ട് പൊട്ടിക്കുക. എന്നിട്ട് അതിൽ 4-5 വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ, 10-15 ചെറിയ ഉള്ളി 3-4 കഷ്ണങ്ങളായിട്ട് നെടുകയൊക്കെ അരിഞ്ഞെടുക്കണം കേട്ടോ. നീളത്തിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതിനെയും കൂടെ ഇട്ട് വഴറ്റുക. അതിൻ്റെ ഒരു പച്ച മണം മാറി കിട്ടുന്നവിടത്തേക്ക് വഴറ്റുക. എന്നിട്ട് അതിൽ അരിഞ്ഞ് വെച്ച പച്ചമുളകും കൂടി ചേർത്തിട്ട് വഴറ്റിയിട്ട് അതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് കിണ്ടുക. എന്നിട്ട് അതിൽ തന്നെ നമ്മൾ കഴുകി വെച്ച മുരിങ്ങയ്ക്ക കഷ്ണങ്ങൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. മുരിങ്ങയ്ക്ക കഷ്ണം ഇട്ട് ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് അതിനെ നന്നായി ഒന്ന് ഇളക്കിയിട്ട് അടപ്പ് കൊണ്ട് അടച്ച് വെച്ചേക്കുക. 1 മിനിറ്റ് അങ്ങനെ ഇരുന്ന് ഒന്ന് വെന്തതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കുക. അപ്പം നന്നായി സെറ്റായി ഇരിക്കുകയാണ്. മുരിങ്ങയ്ക്കയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ മാറി നന്നായി ഇട്ടിട്ടുണ്ട്. ഉള്ളിയുടെയും മുരിങ്ങയ്ക്കയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. അതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നേരത്തെ വെച്ചിരുന്നു. ആ പുളി ആവശ്യത്തിന് കുറച്ച് ചേർത്തിട്ട് പുളിവെള്ളത്തിന് കുറച്ച് ചേർത്തിട്ട് അതിൽ അടപ്പ് വെച്ച് നന്നായി അടച്ച് വെച്ച് ഒന്ന് വേവിച്ച് ഒന്ന് എടുക്കുക. എന്നിട്ട് അടപ്പ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നന്നായി പുളിയും ഉപ്പും പച്ചമുളകും എല്ലാം കൂടെ വെന്ത് നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട്
ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്ന് അതിൽ ചേർക്കേണ്ടത് പിന്നീടാവാം. എന്നിട്ട് അതിൽ നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങാക്കൂട്ട് ചേർക്കുക. തേങ്ങാക്കൂട്ട് നല്ല മഷിയായിട്ട് അരച്ച് ചേർത്ത തേങ്ങാക്കൂട്ട് അതിലോട്ട് ചേർക്കുക. ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അതിൽ ഉപ്പും പുളിയും ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക, ഒന്ന് ടേസ്റ്റ് നോക്കുക. അപ്പോൾ ഉപ്പും പുളിയും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യമായ ഉപ്പും പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക. ഇളക്കിയിട്ട് നോക്കുക. അപ്പോൾ കണക്കായി, ഉപ്പൊക്കെ കണക്കായി, പുളിയൊക്കെ കണക്കായി, ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നു. അതിനെ നമ്മൾ അടച്ച് വയ്ക്കുക. അടപ്പ് നന്നായി അടച്ച് വെച്ച് നല്ലതുപോലെ തീയിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് വേവിക്കുക. 10 മിനിറ്റ് വേവിച്ച് കളയുമ്പോഴത്തേക്ക് നല്ലതായിട്ട് എണ്ണയൊക്കെ അങ്ങനെ തെളിഞ്ഞ് ഇങ്ങനെ നല്ലൊരു തീയലായി അങ്ങനെ വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് നിൽപ്പുണ്ട് മുമ്പേ ആയിട്ട്. ഒരുപാട് എണ്ണ ഞാൻ ചേർക്കാത്ത കാര്യം എന്ന് വെച്ചാൽ കൊളസ്ട്രോളിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്ക് എണ്ണ ഒരുപാട് ചേർക്കണ്ട. അല്ല, ടേസ്റ്റ് കൂട്ടാൻ എണ്ണയൊക്കെ ചേർക്കുന്നവർക്ക് കടുക് വറുക്കുമ്പോഴത്തേക്കൊക്കെ എണ്ണ ചേർക്കാം. അതിലോട്ട് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഒരു 2 തക്കാളിപ്പഴം, ഭംഗിക്ക് വേണ്ടിയിട്ട് 2-3 തക്കാളിപ്പഴം അതിലോട്ട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് അടപ്പ് വെച്ച് നന്നായി അടച്ച് വെച്ചിട്ട് നന്നായി എടുക്കുക. എന്നിട്ട് നല്ല കറിക്കൂട്ടായിട്ട് ഇത് ഇങ്ങനെ വിളമ്പി വെച്ച് നോക്കുക. നല്ലൊരു തീയലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ്, ലൈക്ക് എല്ലാം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ നല്ല കമൻറ്റുകൾ പോരട്ടെ.